അലോപ്പതി മാഫിയയ്ക്ക് വേണ്ടി. അപ്പൊ ചോദിക്കും, ഇതും മെക്സവനും തമ്മിൽ എന്താണ് ബന്ധം? ബന്ധമുണ്ട്. ഇത് ആരാണ് ഇത് ഉണ്ടാക്കിയത്? ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഏത് രീതിയിലാണ് ജനങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നത്? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം വളർച്ച ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ഇതിന് ഉത്തരം കിട്ടും. നമസ്കാരം. പോപ്പുലർ ഫണ്ടിന്റെ ഏറ്റവും പുതിയ ഒരു രൂപമെന്ന് വിശേഷിക്കപ്പെടുന്ന മെക്സവനും, ആ മെക്സവനെ കുറിച്ച് മോഹനൻ എന്ന നമ്മുടെ CPM നേതാവും അതുപോലെ AP വിഭാഗത്തിന്റെ ഒരു പ്രഭാഷകനും ഒരു പണ്ഡിതനും സംസാരിച്ച സംസാരങ്ങൾ കഴിഞ്ഞ ദിവസം മീഡിയകളിൽ ശ്രദ്ധേയമായിരുന്നു. പലരും ചർച്ച ചെയ്തു. സ്വാഭാവികമായി 2-3 ദിവസമായി ഈ മെക്സവൻ എന്ന പോപ്പുലർ ഫണ്ടിന്റെ പുതിയ രൂപം എന്ന് മറ്റുള്ളവർ അവകാശപ്പെടുന്ന, ഒരുപക്ഷെ മെക്സവൻ അത് അവകാശപ്പെടുന്നില്ല. അത് രണ്ട് കാര്യം ഉണ്ടാകാം. അവരത് അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അത് സത്യമല്ലായിരിക്കാം. ഈ രണ്ട് കാര്യം ആകാം. രണ്ടായാലും ഈ നിലയിൽ ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ അതിന്റെ പിന്നാലെ ഒന്ന് പോയി. ഈ മെക്സവൻ എന്നത് എന്താണ്? അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഇപ്പോ ഈ മെക്സവൻ എതിർക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്? എന്റെ അന്വേഷണത്തിൽ മനസ്സിലായതും ശരിയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടതുമായ ചില കാര്യങ്ങൾ, ഇതിനുള്ള തെളിവുകൾ ഞാൻ വരും ദിവസങ്ങളിലെ വീഡിയോകളായിട്ട് ഞാൻ പുറത്തേക്ക് വിടും. ഇപ്പോ ആമുഖമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. ഒന്നാമതായി, ഏതൊരു സമരം നടക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വരുമ്പോൾ അത് ആർക്കെതിരെയാണ്, അല്ലെങ്കിൽ ആത്യന്തികമായി ആ സമരം വിജയിച്ചാൽ ആർക്കാണ് അനുകൂലം ആർക്കാണ് പ്രതികൂലം എന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ശരിയായ ഉത്തരം കിട്ടും എന്നതാണ് വസ്തുത. മെക്സവൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇവിടെ ചർച്ചയാകാത്ത പുതിയൊരു മേഖലയിലേക്കാണ് ഇതിന്റെ ഓളങ്ങൾ ചെന്നെത്തുന്നത് എന്ന് മനസ്സിലാക്കാം. അതായത് മെഡിക്കൽ വിഭാഗം, ഇവിടുത്തെ ആരോഗ്യ കച്ചവട വിഭാഗം. കുറെ കാലം മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പൊളിറ്റിക്സ് ആയിരുന്നു, രാഷ്ട്രീയമായിരുന്നു. രാഷ്ട്രീയത്തിൽ കൂട്ടുകച്ചവടം നടക്കുന്നവരുണ്ട്, ഒറ്റയ്ക്കൊറ്റ കച്ചവടം നടത്തുന്നവരുണ്ട്. അതൊരു ബിസിനസ്സാണ്. എത്ര തന്നെ അല്ല എന്ന് പറഞ്ഞാലും രാഷ്ട്രീയത്തിൽ അതൊരു ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് മന്ത്രിയാകാനായിട്ട് പിടിവലി, മറ്റ് MLA MP സ്ഥാനം കിട്ടാൻ വേണ്ടി പിടിവലി. ഇതിനിടയിൽ കഴിവുള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ചവിട്ടി താഴേക്കിട്ടുണ്ട് മറ്റുള്ളവർ കയറി പോകുന്ന കാഴ്ചകൾ കാണേണ്ട സാഹചര്യമൊക്കെ. ഇതൊരു സാധാരണ വോട്ടർമാർക്ക് അറിയില്ല. പൊളിറ്റിക്കൽ ബിസിനസ്, പൊളിറ്റിക്സിന്റെ ഉള്ളിലെ ബിസിനസ് എന്താണെന്നുള്ളത് സത്യത്തിൽ മറ്റുള്ളവർക്ക് അറിയില്ല. ഈ ബിസിനസ് നടക്കുന്നത് കൊണ്ടാണ് സാധാരണക്കാരായ ഒരു നേതാവായി കയറി വന്ന ആൾ നന്നായിട്ട് ബിസിനസ് അറിയാമെന്നുണ്ടെങ്കിൽ കുറെ കാലത്തിന് ശേഷം മൾട്ടി മില്യണറായി മാറുന്നത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിലായാലും വലതുപക്ഷത്തിലായാലും ഒരു ലോക്കൽ നേതാവായി യാതൊന്നും ഇല്ലാതെ കയറി വരുന്ന ഒരു വ്യക്തി പിന്നീട് മൾട്ടി മില്യണർ ആകുന്ന ഒരു 10-20 വർഷം കഴിയുമ്പോൾ ശതകോടീശ്വരന്മാരായി മാറുന്ന, വലിയ പണക്കാരായി മാറുന്ന അവസ്ഥ? അവരെന്ത് ശമ്പളം വാങ്ങിയിട്ടാണ്, എന്ത് ജോലി ചെയ്തിട്ടാണ്? ചിന്തിച്ചാൽ മതി. അവർ പണക്കാരാകുന്നുണ്ട്. അപ്പോൾ ജനസേവകർ എന്ന് പറയുന്നെങ്കിലും അവർ പണക്കാരാകുന്നുണ്ട്. അതായിരുന്നു കുറെ കാലം മുമ്പ് വരെ ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിലെ സാഹചര്യം കുറെ വർഷങ്ങളായി, 8-10 വർഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് ഇന്ന് പൊളിറ്റിക്സ് അല്ല, ഇന്ന് അത് ആരോഗ്യരംഗമാണ്. ചിന്തിച്ചാൽ മനസ്സിലാവും. ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് വിൽപ്പന നടത്തുന്നത് ഇവിടെ കേരളത്തിൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണം നടത്തുന്നത് കേരളത്തിലെ രോഗികളിൽ. ഇത് തെളിവുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, എടുത്ത് കാണിക്കാൻ തെളിവില്ല. കാരണം മെഡിക്കൽ അസോസിയേഷൻ IMA എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ കിടപ്പുണ്ട്. അവർ ഒരു സാധനം എടുത്ത് പുറത്തിടാൻ അയക്കില്ല. ഈ IMA നമ്മുടെ ഭരണകർത്താക്കൾക്ക് പോലും പേടിയാണ്. CITU എന്ന് പറയുന്ന, INTUS എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രം, ഒരു തൊഴിലാളി വിഭാഗം മാത്രമാണ് ഈ IMA, ഡോക്ടർമാരുടെ ഒരു തൊഴിലാളി സംഘടന. ആ IMA പറയുന്ന അനുസരിച്ച് ഇവിടെ നിയമങ്ങൾ പോലും പാസ്സാക്കുമ്പോൾ ആശുപത്രി സംരക്ഷണ നിയമവും മെഡിക്കൽ ബില്ലൊക്കെ അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നാണ്. അല്ലാതെ പിണറായി സർക്കാരിന്റെ ഒരു സംഭാവനയായി നിങ്ങൾ കരുതരുത്. ഇവിടെ ഇവർ സകല തോന്നിയാസങ്ങളും കാണിക്കും, എന്ത് മരുന്ന് പരീക്ഷണവും കാണിക്കും. അതുപോലെ ആരെയും ഞങ്ങൾ ഞെക്കിക്കൊല്ലും, ആരെയും കുത്തിക്കൊല്ലും, ജനങ്ങൾ ആരും പ്രതികരിക്കാൻ പാടില്ല. ആശുപത്രിയിൽ എന്തെങ്കിലും വിധത്തിലുള്ള പ്രതികരണമോ മറ്റോ കാര്യങ്ങൾ നടത്തിയാൽ, പ്രതിഷേധമല്ലോ നടത്തി കഴിഞ്ഞാൽ അവരെ ജാമ്യമില്ലാതെ പിടിച്ചകത്തിടാൻ പറ്റും. നിങ്ങളുടെ കുട്ടിയോ നിങ്ങളുടെ മകളെയോ ചികിത്സാ പിഴവ് കൊണ്ട് ഒരു ആശുപത്രിയിൽ മരണപ്പെട്ടാൽ നിങ്ങൾ പ്രതിഷേധിക്കാതെ വായി മോടി ആ ശരീരം വാങ്ങി പൊയ്ക്കോണമെന്നാ പറയുന്നത്. അതാണ് നിയമം. ആ നിയമം പാസ്സാക്കിയത് ഇവിടുത്തെ ഈ പിണറായി സർക്കാർ തന്നെയാണ്. ആർക്ക് വേണ്ടി? ഇവിടുത്തെ മെഡിക്കൽ മാഫിയയ്ക്ക് വേണ്ടി, അലോപ്പതി മാഫിയയ്ക്ക് വേണ്ടി. അപ്പൊ ചോദിക്കും, ഇതും മെക്സവനും തമ്മിൽ എന്താണ് ബന്ധം? ബന്ധമുണ്ട്. ഇത് ആരാണ് ഇത് ഉണ്ടാക്കിയത്? ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഏത് രീതിയിലാണ് ജനങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നത്? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം വളർച്ച ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ഇതിന് ഉത്തരം കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. എന്തും വളർന്നു വരുമ്പോൾ അത് ആർക്കാണ് ഗുണം, ആർക്കാണ് ദോഷം വരുന്നത്? ഒരു സമരം നടത്തുമ്പോൾ
അത് ആർക്കാണ് ഗുണം, ആരാണ് പ്രതിസ്ഥാനത്ത് വരുന്നത്, ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും. നിർഭാഗ്യവശാൽ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകാറില്ല. മാധ്യമങ്ങൾ ഓരം ചേർന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം, ഈ മെക്സവൻ എന്നത് ഇന്നത്തെ അവസ്ഥയിൽ, നാളെ ഇനി എനിക്കറിയില്ല, ഇന്നത്തെ അവസ്ഥയിൽ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെയോ ഒന്നും സംഘടനയുടെ ഭാഗമല്ല. അത് ഒരു ജീവിതചര്യയായി ഒരു വിഭാഗം കൊണ്ടുവന്നതാണ്. അതിന് കാരണവുമുണ്ട്. ആ കാരണമാണ് ഞാൻ പറയുന്നത്. ആ കാരണം തന്നെയാണ് ഇതിനെ അടിച്ചമർത്താനും ഇതിനെ എതിർക്കാനും വേണ്ടി ഒരു വിഭാഗത്തെ പ്രചോദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ വാക്കുകൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രചരണത്തിന് വശംതരായി പ്രശസ്തരായ പല യൂട്യൂബർമാരും പലരും എന്താണ് വസ്തുത എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ വാർത്തകൾ ചെയ്യുന്നത്. ഒരുപക്ഷെ നാളെ മാറ്റി പറഞ്ഞേക്കാം. പക്ഷെ അങ്ങനെ മാറ്റി പറയുന്നത് ഒരു സുഖമല്ലാത്ത രീതി ആയതുകൊണ്ടാണ് അന്വേഷിച്ച് പറയാമെന്ന് ഞാൻ കരുതിയത്. ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് കടക്കാം. അതിർത്തി രക്ഷാസേനയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു സലാഹുദ്ദീൻ. അതിർത്തി രക്ഷാസേനയിലെ അദ്ദേഹം അവിടുന്ന് സ്വാഭാവികമായും കുറെ വ്യായാമ മുറകളും മറ്റു കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ടാവും. ആ പഠിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. അത്തരം ആ യോഗ പോലെയുള്ള ആ വ്യായാമ മുറകളൊക്കെ അദ്ദേഹത്തിന്റെ ആ കുടുംബവും അദ്ദേഹത്തിന്റെ ആ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാരും അത് അനുവർത്തിച്ച് പോകുന്നതുമാണ് കുറെ കാലമായിട്ട്. എന്നാൽ അതിനുശേഷം ഒരു സംഭവം നടക്കുന്നു. മലപ്പുറത്തിനടുത്ത് മിനി ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൽ ഒരു കൂടിച്ചേരൽ നടക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോ റിട്ടയർഡായി നിൽക്കുന്ന തലനരച്ച കുറെ ആൾക്കാർ, കുറച്ചുപേരൊക്കെ മരിച്ചുപോയി, ഇവരെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടാൻ, പഴയ ഓർമ്മകൾ പുതുക്കാൻ ഒന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ആ ആൾക്കാരെല്ലാവരും കൂടി മിനി ഊട്ടിയിൽ ഈ പറഞ്ഞ റിസോർട്ടിൽ ഒരുമിച്ച് കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും ഓരോരുത്തർ ഇന്നത്തെ മേഖലകൾ പരിചയപ്പെടും. അതിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, പോലീസ് ഓഫീസർമാരുണ്ട്, മറ്റ് മേഖലകൾ ടാക്സിന്റെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ സകല മേഖലയിലുള്ളവരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, അധ്യാപകരുണ്ട്, പല രാഷ്ട്രീയക്കാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗക്കാരും അന്ന് ഒരുമിച്ച് പഠിച്ച വിഭാഗത്തിലുണ്ട്. പക്ഷെ എല്ലാവരും പ്ലസ് ടുവിന്റെ കാലത്ത്, അതായത് 18-19 വയസ്സ് കാലത്ത് അന്ന് കണ്ടതിന് ശേഷം പിന്നീട് കാണുന്നത് റിട്ടയർമെന്റ് ലൈഫിന്റെ ആ സമയത്താണ്. ഈ ഒരു വ്യത്യാസം, ഈ ഒരു പുതുമയുണ്ട് അവിടെ. ഈ സമയത്ത് ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ പരിചയപ്പെട്ടപ്പോഴാണ് ഈ പറഞ്ഞ സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ചെയ്യുന്നത്, ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്, കുറച്ച് യോഗയും മറ്റു കാര്യങ്ങളും എല്ലാം കൂടി വെച്ചുകൊണ്ട് കുറച്ച് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചുറ്റുപാട് ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പൊ നമ്മളെന്തായാലും വയസ്സായി നിൽക്കല്ലേ, ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്നു, അപ്പൊ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ഞാനത് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ ആശയത്തോട് അതിൽ കുറച്ചു പേര് യോജിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് കാണാനും കേൾക്കാനും എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അവരവിടെ നിന്ന് പിരിയുന്നത്. പക്ഷെ ആ വന്ന ആൾക്കാർ, കുറെ ആൾക്കാരുടെ ഒരുമിച്ച് കൂടിയെങ്കിലും അത്രയും ആൾക്കാരൊന്നും ഈ സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് പോയില്ല. സ്വാഭാവികമായിട്ടും പലരും പല ഉദ്യോഗസ്ഥന്മാരും പലയിടങ്ങളിലും ഉള്ളവരാണ്. എല്ലാവർക്കും വീണ്ടും ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞോളന്നില്ല. കാണാനും കേൾക്കാനും ഉള്ളത് ഒരിക്കൽ കൂടിയല്ലോ, പിന്നെ ഒരു കൂടലിന്റെ ആവശ്യം അവർക്ക് തോന്നിയിട്ടും ഉണ്ടാകില്ല. അതങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും ഈ സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ പിന്നെ അവർ കൂടുന്നത് ഒരു 8-10-12 പേര് മാത്രമാണെന്ന് തോന്നുന്നു. അത് പിന്നെ കൂടിയത് ഏതായാലും 20-ന് താഴെ ആൾക്കാരാണ് പിന്നീട് അവർ ഒരുമിച്ച് കൂടുന്നത്. ആ ഒരുമിച്ച് കൂടി ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ ഇതൊരു വലിയ സംഭവമാണ്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുന്നുണ്ട് എന്ന് അതുവരെ ചെയ്തിരുന്നവരുടെ അനുഭവസ്ഥരമായിട്ടുള്ളവരുടെ വാക്കുകളും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവരത് ചെയ്യാനങ്ങ് തീരുമാനിച്ചു. വൃദ്ധജനങ്ങളാണ് എന്ന് പറഞ്ഞാൽ മധ്യവയസ്സ് കഴിഞ്ഞവരാണ് ഞാൻ ഈ പറഞ്ഞത്, എല്ലാവരുമൊക്കെ. അപ്പോൾ വൃദ്ധരായി മാറിക്കൊണ്ടിരിക്കുന്നവർ അത് ഏറ്റെടുക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നിലവിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഷുഗർ രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ ഷുഗറിന്റെ അളവ് കുറയുന്നു. ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവർ ഇൻസുലിന്റെ ആ എടുക്കലിന്റെ അവസ്ഥ ഒഴിവാകുന്നു. അതുപോലെ മറ്റ് മിക്കവാറും എല്ലാ അവസ്ഥകളും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മന്ദപ്പ്, അതുപോലെ മറ്റു രീതിയിൽ കുടുംബജീവിതത്തിൽ സെൻഷ്വാലിറ്റിയിൽ അടക്കം അത് പ്രകടമായപ്പോൾ, അതിന്റെ റിസൾട്ട് പ്രകടമായപ്പോഴാണ് ഇതിന്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് കൂടിയത്. അതുകൊണ്ട് തന്നെ ഈ വന്നവരെല്ലാം അവരുടെ നാട്ടിൽ അവരുടെ ആൾക്കാരിലേക്ക് അത് പ്രചരിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരത് ചെയ്തപ്പോൾ അത് വളരെ വേഗത്തിൽ പ്രചരിക്കുകയാണ് ചെയ്തത്. ഫലം, രോഗികളുടെ എണ്ണം, ഈ പ്രായാധിക്യം മൂലം ഉണ്ടായിരുന്ന രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്നത്. വാർദ്ധക്യകാല രോഗങ്ങൾ കുറഞ്ഞിട്ട് പകരം നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടായി വരുന്നു. വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായും അതിലേക്ക് ആൾക്കാർ കൂടി. പിന്നെ മെക്സവൻ എന്നുള്ള പേര്, ഈ മെക്സവൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ വീഡിയോ ചെയ്യുന്നത് കണ്ടു, ഇത് മെക്കയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അതായത് ഇതിന് മെക്ക കൂടിയാണ് ഇതിനെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ബാക്കിയൊക്കെ ഏകദേശം എല്ലാം ആയി കഴിഞ്ഞു. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളായി കഴിഞ്ഞു. അതുപോലെ മറ്റുള്ള എല്ലാ മുസ്ലിം നാമധാരികളും തീവ്രവാദികളായി കഴിഞ്ഞു. പക്ഷെ ഈ തീവ്രവാദ മുദ്ര ചുമത്തുന്നവർ ഇബ്രാഹിമും ഇസ്മായിലും ഒക്കെ
മറ്റു മതസ്ഥിലും ഉണ്ട്, അതായത് അറബികളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയില്ല. അത് ഇസ്രായേലരായാലും അത് യഹൂദന്മാരായാലും ക്രിസ്ത്യാനികളായാലും ഈ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ പേരുണ്ട്. അത് അറബികളുടെ പേരാണ്, മുസ്ലിങ്ങളുടെ പേരുമായിട്ട് ബന്ധമില്ല എന്നതിനെ കുറിച്ച് ചിന്തിക്കണില്ല. പോട്ടെ, അതൊക്കെ വേറെ വിഷയം. എന്റെ ഒരു അളിയനുണ്ട്, പേര് ദിലീപ് എന്നാണ്. അപ്പൊ പിന്നെ എന്താ ഞാൻ പറയാം, അവിടെ നിൽക്കട്ടെ. ഏതായാലും MEC7 എന്നത് സത്യത്തിൽ ഇവര് യോഗ ക്ലബ്ബായിരുന്നു. ഇത് തുടക്കത്തിൽ ഇദ്ദേഹം ചെയ്തിരുന്ന യോഗ ക്ലബ് എന്നാണ്. ഇത് ആള് കൂടി വന്നപ്പോ ഇതിനൊരു രജിസ്ട്രേഷൻ നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം അവർ വന്നു. സ്വാഭാവികമായും രജിസ്ട്രേഷൻ പോകുമ്പോൾ യോഗ രജിസ്ട്രേഷൻ കിട്ടില്ല. ഏകദേശം എല്ലാ യോഗയും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആരെങ്കിലും ഇനി എന്തെങ്കിലും യോഗ എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കിട്ടില്ല. അപ്പോൾ ഒരു പുതിയൊരു പേരുണ്ടാക്കിയതാണ് MEC7, മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. ഇതാണ് MEC എന്ന് പറയുന്നത്, MEC, മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. പിന്നെ 7 ടൈപ്സ് ആണ് അതിന്റെ എക്സസൈസ് വരുന്നത്. ആ 7 ടൈപ്പ് എക്സസൈസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ വിഭാഗക്കാരും ഉണ്ട്. അതായത് എല്ലാ ജാതി, മത, വർഗ, വർണ്ണ, വിഭാഗം എന്നീ എല്ലാവരും ഉണ്ട്. ചെറുപ്പക്കാരല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ വൃദ്ധജനങ്ങളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ 7 ടൈപ്പ് എന്ന് പറയുന്നത്, MEC7 എന്ന് പറയുമ്പോൾ 7 ടൈപ്പ്, അതില് അക്യുപ്രഷർ ഉണ്ട്, യോഗ ഉണ്ട്, അതുപോലെ മറ്റു വിഭാഗങ്ങൾ, അങ്ങനെ 7 വിഭാഗത്തിലെ എക്സസൈസ് ചേർന്നിട്ട് ഒരു MEC7 എന്ന പേര് രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്ത് വരുന്നു. അതിവേഗം പ്രചരിക്കുന്നതിന്റെ കാരണം ഈ എക്സസൈസ് അവർ ഒരു കൂട്ടായി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അടയാളം എന്ന നിലയിൽ അവരൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കി. അതൊക്കെ ശരി തന്നെ, അതൊക്കെ ആരുടെയോ തലയിൽ ഉദിച്ച ബുദ്ധി, നല്ലത്. അതേമേലെ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. രണ്ടായാലും ഇതിവിടെ ബുദ്ധിമുട്ടാകുന്നത് ഇവിടുത്തെ മെഡിക്കൽ വിഭാഗത്തിനാണ്. കാരണം ഇതിൽ ഇൻസുലിൻ എടുത്തവരും ഷുഗർ പേഷ്യന്റും ആയിട്ടുള്ളവരൊക്കെ ഇന്ന് രോഗമുക്തി നേടി വരികയാണ്. അത്തരത്തിൽ രോഗമുക്തി നേടി വന്നാൽ ഇവിടെ രോഗികളുടെ എണ്ണം കുറഞ്ഞാൽ ആർക്കാണ് കച്ചവടം കുറയുന്നത്? ഇവിടെ കച്ചവടം കുറയുന്നത് ഇവിടുത്തെ മെഡിക്കൽ വിഭാഗത്തിനാണ്. ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനെ ആധികാരികമായി സംസാരിച്ചുകൊണ്ട് ഇനിയും വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, 2-3 ദിവസമായി ഞാൻ ഇതിന്റെ പിന്നാലെയാണ്, അതുകൊണ്ട് മനസ്സിലാക്കിയതാണ്. ഇതിൽ ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതിനകത്തുണ്ട്. അവരൊക്കെ ഈ വാർത്ത കേട്ട് ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഇതിലൊരു അജണ്ട എന്ന് പറയുമ്പോൾ മലബാറിൽ പൊതുവെ പോപ്പുലേഷൻ കൂടുതലാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ. അതിപ്പോ മലപ്പുറം ജില്ലയിലെ BJP അംഗത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു കൂടുതലും മൈനോറിറ്റി മോർച്ച പ്രവർത്തകരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവിടുത്തെ പോപ്പുലേഷൻ മെജോറിറ്റി മുസ്ലിം ആയതുകൊണ്ട് സ്വാഭാവികമായി അതായിരിക്കും. BJP-കാരുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. മൊത്തം ആൾക്കാരിൽ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ കൂടുതൽ BJP എന്നില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. BJP-കാരിൽ ഒരു പക്ഷേ മുസ്ലിം നമ്പർ ഓഫ് പേഴ്സൺസ് കൂടുതലായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അത് സ്വാഭാവികമാണ്, ആ നാട്ടിലനുസരിച്ചിട്ടാണ്. ഹിന്ദുസ് ഏരിയ കൂടുതലുള്ള ഒരു ഏരിയയിലാണ് ഒരു മുസ്ലിം ലീഗ് പാർട്ടി ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടുത്തെ മുസ്ലിം ലീഗിൽ കൂടുതലും ഹിന്ദുക്കളായിരിക്കും. അത് സ്വാഭാവികമാണ്. അത്തരത്തിൽ വളരെ ലളിതവൽക്കരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മണ്ടയിൽ ഒരു ഭീകരവാദം എടുത്തു വെച്ചു കൊടുക്കാനും അതുവഴി അത് പോപ്പുലർ ഫണ്ടിന്റെ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭീകര സംഘടനയുടെ മണ്ടയിൽ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തെ വേണ്ടി എടുത്തു വെക്കാനും ഇതിലെല്ലാ ഭാഗമുണ്ട്. ഇതിന്റെ തുടക്കക്കാരൻ CPM-കാരനാണ്, CPM അനുഭാവിയാണ്. പിന്നീട് അത് കൊണ്ടുപോയത് ഇപ്പോ എതിർത്തിട്ടുള്ള AP വിഭാഗത്തിലെ തന്നെ മറ്റൊരാളാണ്. അതുപോലെ മറ്റെല്ലാ വിഭാഗക്കാരും. ഇത് രാഷ്ട്രീയക്കാരോ CPM-ഓ ആയതുകൊണ്ടല്ല, ഞാൻ ഇന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അതായത് നിലവിലെ സ്ഥിതിയിൽ മെഡിക്കൽ വിഭാഗത്തിന്, ഇവിടുത്തെ മെഡിക്കൽ ബിസിനസ്സുകാർക്ക് അവരുടെ കച്ചവടം കുറയുന്നു അല്ലെങ്കിൽ കച്ചവടം കുറയുമെന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലൊരു പ്രചരണം അഴിച്ചുവിടുന്നതിന്റെ പ്രധാന കാരണമായി എനിക്ക് മനസ്സിലായത്. അല്ലാതെ മറ്റൊന്നുമല്ല. ബാക്കിയൊക്കെ പിന്നെയാണ്. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞത് അതിനെ വർഗീയവൽക്കരിക്കുക, പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നിരോധിക്കുക. പോപ്പുലർ ഫണ്ടിന്റെ വകഭേദം എന്ന് പറയുമ്പോൾ പോപ്പുലർ ഫണ്ട് ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു ഭീകര സംഘടനയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം ജോസഫ് മാഷിയുടെ കൈ വെട്ടിയത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ കൈവെട്ടലും കാൽവെട്ടാലും ഇസ്ലാമോ പഠിപ്പിക്കുന്നൊന്നുമില്ല. അതൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യമല്ല. കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, അത് കുറ്റം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയുണ്ട്. അതത് രാജ്യത്ത് അതത് നിയമം അനുസരിച്ചിട്ട് അവിടെ നടപ്പിലാക്കേണ്ടതാണ്. ഈ ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ഇവിടെ ഒരു നിയമവ്യവസ്ഥിതി ഉള്ളതുകൊണ്ടും ആ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടാണ് ഇവിടെയുള്ള മുസൽമാൻ അടക്കമുള്ള ഓരോ മനുഷ്യൻ ജീവിക്കേണ്ടതും അതനുസരിച്ച് തന്നെയാണ് അവൻ ജീവിക്കേണ്ടതും. അതിന് ശിക്ഷ നടപ്പിലാക്കണോ, എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ച് ഇവിടുത്തെ നിയമ സംവിധാനമുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് ഇവിടെ മറ്റൊരു രീതിയിൽ ശിക്ഷ നടപ്പിലാക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീകര പ്രവർത്തനം തന്നെയാണ്. ആരാന്ന് എതിർക്കുന്നവരുണ്ടാകാം. ഞാനതിനെ അത്തരത്തിലൊരു ഭീകര പ്രവർത്തനത്തെ എതിർക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ തോളത്ത് ഇതിനെ വെച്ച് കെട്ടുമ്പോൾ അതും ഇതും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ഒരു ബന്ധം പോലും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഇവിടെ ഒരു വിഭാഗത്തിനെതിരെ ശ്രദ്ധ തിരിച്ചുവിടാനും ഈ മെഡിക്കൽ ബിസിനസ് തകരും, തങ്ങളുടെ വാർദ്ധക്യകാല രോഗങ്ങൾ കുറയുന്നു, സെക്ഷൽ ലൈഫ് കൂടുന്നു, ഇനിയിപ്പോ വയാഗ്രേന്റെ ഒന്നും ആവശ്യമില്ല, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ഷുഗർ കുറയുന്നു, കൊളസ്ട്രോൾ കുറയുന്നു,
മറ്റ് രോഗങ്ങൾ കുറയുന്നു, ആ ഒരു ആരോഗ്യസ്ഥിതി കൂടുന്നു, വാർദ്ധക്യകാലത്ത് ആരോഗ്യസ്ഥിതി കൂടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ഇടിച്ചു കയറാണ് ഇതിലേക്ക്, വേഗത്തിൽ വളരെയാണ്. അത് അപകടമാണ്. ആർക്ക്? ഇവിടുത്തെ മെഡിക്കൽ ബിസിനസ്സുകാർക്ക്. അപ്പോൾ സ്വാഭാവികമായും അതിന് എതിർക്കപ്പെടും. അതിന് ഇവിടുത്തെ യൂട്യൂബർമാരും മറ്റെല്ലാവരും എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ എന്താണെന്ന് കേട്ട് മനസ്സിലാക്കാതെ അങ്ങോട്ട് ഇറങ്ങാണ്. ഈ ആധുനിക കാലത്ത് ഈ 2024 താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം ഇല്ല, എല്ലാവരും ഓട്ടത്തിലാണ്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് 7 വ്യത്യസ്ത ഇന എക്സസൈസ് മെത്തേഡുകളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരെല്ലാം രോഗമുക്തി നേടുന്നു, അല്ലെങ്കിൽ ആശ്വാസം ഉണ്ടാവുന്നു, ആരോഗ്യം ഉണ്ടാവുന്നു. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും അതിലേക്ക് വരുന്നു. അതിൽ കക്ഷി രാഷ്ട്രീയമില്ല, എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്, എല്ലാ മതവിഭാഗങ്ങളുമുണ്ട്. അതിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും അതിനകത്തേക്ക് വരുന്നു. അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചറിയുന്നു എന്നതുകൊണ്ട് അതിവേഗം ഇത് പടരുകയാണ്. ഇത് പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ വാർദ്ധക്യകാല രോഗങ്ങളും മറ്റും ഷുഗറും കൊളസ്ട്രോളും ഇതൊക്കെയാണ് ഏറ്റവും വലിയ ചികിത്സ എന്ന് പറയുന്നത്. നിങ്ങളൊരു 30-40 വർഷം മുമ്പ് ഷുഗറിന്റെ അളവ് എത്രയാണ് നോർമൽ എന്നും ഇന്ന് എത്രയാണ് അളവ് നോർമൽ എന്നും ചിന്തിച്ചാൽ അവർ പറയും ഇത് ആധുനിക കാലമായത് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇപ്പൊ നോർമൽ അളവ് കുറഞ്ഞത് എന്നാണ്. അല്ല, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാ. 200 നോർമലാക്കി വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കച്ചവടം നടക്കൂലല്ലോ. 120 നോർമൽ എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ 120 മേലെ നമുക്ക് മരുന്ന് കൊടുക്കാമല്ലോ. ഇതാണ് ചികിത്സ, ഇതാണ് ഇവിടുത്തെ കച്ചവടം. ഈ കച്ചവടത്തെ നന്നായി ബാധിച്ചു തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അവരിത് തുടങ്ങി വെച്ച ക്യാമ്പയിനാണ് ഇതിലൊരു വർഗീയത ഇതിനകത്ത് കയറ്റുക എന്നുള്ളത്. പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ മേൽ ഇതിനെ ചാറ്റൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് തകർക്കാൻ പറ്റും. ഇതിലേക്ക് ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഈ യോഗയും അതുപോലെ മറ്റ് അക്യുപ്രഷറും അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ രോഗം മാറുമെന്നത് കൊണ്ട് അതിലേക്ക് പോകരുത്. ഈ രോഗിയായിരിക്കണം മനുഷ്യൻ, അതങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിച്ചാൽ മനസ്സിലാവും. ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ അലോപ്പതി ചികിത്സയല്ലാതെ മറ്റേ ഒരു ചികിത്സയും പാടില്ല എന്ന നിലപാടാണ് അവരുടേത്. ആയുഷിന്റെ ഏതെങ്കിലും ഭാഗത്തിൽ നിങ്ങൾക്ക് ഒരു മരണം സ്ഥിരീകരിക്കാനോ സർജറി നടത്താനോ പ്രസവം എടുക്കാനോ ഉള്ള ഒരു അംഗീകാരം ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, മനസ്സിലാവും. ഈ അലോപ്പതി വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആരും പ്രസവിച്ചിട്ടൊന്നുമില്ലേ? അതും കൂടെ ചിന്തിക്കുക. അതോ അലോപ്പതി വന്നതിന് ശേഷമാണോ ഇന്ത്യയിൽ ജനങ്ങൾ കൂടിയത്? അലോപ്പതി എങ്ങനെ ഇവിടെ എത്തിയത്? ചിന്തിച്ചാൽ മതി. ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം ഉണ്ടാകും. അപ്പോ അതിനെ ഒരു ബിസിനസ്സാക്കി, അതിന് ഗർഭാവസ്ഥയെ ഒരു ചികിത്സയാക്കി, ഒരു രോഗമാക്കി മാറ്റി, 1ാമത്തെ മാസം മുതൽ സ്കാനിങ്, മെഡിസിന് അത് ഇതങ്ങോട്ട് കൊടുത്ത് അവസാനം സിസേറിയനിലാക്കി ഒരു കുട്ടി പ്രസവിച്ച് പുറത്തു വരുമ്പോഴേക്കും ലക്ഷങ്ങൾ പിടിച്ചു വാങ്ങുന്ന ഒരു വലിയ ബിസിനസ് ഉണ്ടല്ലോ. ആ ബിസിനസിനെ തടയിടുന്നത് കൊണ്ടാണ് ഇവിടുത്തെ നാച്ചുറോപ്പതിയെയും ആയുർവേദത്തെയും മറ്റുമെല്ലാം അവർ എതിർക്കുന്നത്. അതുപോലെ വാർദ്ധക്യകാല രോഗങ്ങളായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെ ഷുഗറുമില്ല, പ്രഷറുമില്ല. അതിന് കാരണം ഇല്ലാഞ്ഞിട്ടല്ല, അന്ന് നോർമൽ റേറ്റ് വ്യത്യാസമായിരുന്നു, അതുകൊണ്ട് അവർ രോഗികളല്ലായിരുന്നു. ഇന്ന് നോർമൽ റേറ്റ് താഴെയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ രോഗികളാണ്. അപ്പോ അത്തരത്തിലുള്ള ഷുഗർ, പ്രഷർ, പ്രമേഹം രോഗികൾ, അത്തരത്തിലുള്ള രോഗികൾ ഇവിടെ ഉണ്ടായാലേ ഇവിടെ ആശുപത്രി വ്യവസായം നടക്കുള്ളൂ. അത്തരം മരുന്നുകൾ അധികം കഴിച്ചാലേ ഇവിടെ കിഡ്നി രോഗികൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ കിഡ്നി രോഗികൾ അധികരിച്ചാൽ മാത്രമേ ഇവിടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുള്ളൂ, ലക്ഷങ്ങളുടെ കോടികളുടെ ബിസിനസ് നടക്കുള്ളൂ. അപ്പൊ ഒരു മെക്സവൻ വിചാരിക്കുമ്പോൾ ഇത്രയും കോടികളുടെ ബിസിനസ് തകർക്കുന്നു എന്ന് കാണുമ്പോൾ അവർ വെറുതെ ഇരിക്കുമോ? ഇല്ല. ഇനി നിങ്ങൾ ബാക്കി ചിന്തിക്കുക. ഇത് ഇവിടെ കൊണ്ട് തീരില്ല, കുറെ കാര്യങ്ങളൂടെ പുറത്തേക്ക് വിടാനുണ്ട്. Different angles. Don't forget to subscribe and support this channel.